ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചീരത്തോരൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയ ചക്ക മുഴുവനോടെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴുത്തു. ഞങ്ങൾ ആ ചക്കപ്പഴം കഴിച്ചു. അപ്പോൾ ബാക്കി വരുന്ന ചക്കക്കുരു നമ്മൾ എന്തായാലും കറി വെക്കാൻ എടുക്കുമല്ലോ. അപ്പോൾ ചക്കക്കുരു കറി വെക്കാം, മെഴുക്കുവരട്ടി വെക്കാം, തോരൻ വെക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ചീരത്തോരനിൽ ഈ ചക്കക്കുരു ഇട്ട് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 3-4 ചക്കക്കുരു വേവിച്ചത് ചീരത്തോരനിലേക്ക് ആഡ് ചെയ്താൽ മതി. ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ചക്കക്കുരു മുഴുവനോടെ നന്നാക്കി എടുക്കുവാണ്. ഈ ചക്കക്കുരുവിന് എന്നിട്ട് ഞാൻ മെഴുക്കുവരട്ടിയാക്കും. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് നമ്മൾ വേവിച്ചെടുക്കുമല്ലോ. ആ വേവിച്ച ചക്കക്കുരുവിൽ നിന്ന് കുറച്ച് ഞാൻ ചീരത്തോരനിലേക്ക് ഇടും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് റെസിപ്പി മുഴുവനായിട്ട് കാണാം. പിന്നെ ചക്കക്കുരു നന്നാക്കുമ്പോൾ ആ പുറത്തുള്ള പ്ലാസ്റ്റിക് പോലത്തെ കവർ മാത്രം കളഞ്ഞാൽ മതി. ആ ബ്രൗൺ കളർ കളയേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് നല്ലതാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ കളയാറില്ല. പക്ഷേ പണ്ടൊക്കെ എല്ലാവരും അത് ചിരണ്ടി കളയുമായിരുന്നു. ഇപ്പോൾ ആരും അത് കളയാറില്ല. അപ്പോൾ ഇത് ഞാൻ ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആ ചക്കക്കുരു ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചീര കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ചീര കുരുകുരാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി വേവിച്ച ചക്കക്കുരുവിനെ മെഴുക്കുവരട്ടി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി നല്ലോണം ഒന്ന് എണ്ണയിൽ വഴറ്റി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് പതുക്കെ ഇരുന്ന് മൊരിഞ്ഞ് വരണം. ഒരുപാട് പെട്ടെന്ന് ഇളക്കി എടുത്തിട്ടൊന്നും കാര്യമില്ല. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതാ വേവിച്ച ചക്കക്കുരു ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മൊരിഞ്ഞ ഉള്ളിയുടെ കൂടെ ഈ ചക്കക്കുരും കൂടെ കിടന്നങ്ങ് മൊരിഞ്ഞ് കിട്ടണം. അപ്പോഴത്തേക്കും നമ്മുടെ ചീരത്തോരൻ നമുക്ക് സൈഡിൽ റെഡിയാക്കാം. ചീര ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യമേ ഫുൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് എണ്ണയായി പോവും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ചീരത്തോരൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഇതാ ഇവിടെ എണ്ണ ചൂടായി, കടുക് പൊട്ടിക്കുവാണ്. അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ചീരത്തോരൻ വെക്കുമ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ ആവശ്യമില്ല. ഓൾറെഡി ഇത് ഇലയാണല്ലോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. അതിന് കൂടെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഞാൻ. ചീരത്തോരൻ വെക്കാനായിട്ട് വലിയ സമയമൊന്നും എടുക്കില്ല. ചീര കഴുകി അരിഞ്ഞെടുക്കാനാണ് സമയം എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് തോരൻ വെക്കാനായിട്ട് ഇലയ്ക്ക് വലിയ വേവൊന്നും ഇല്ലല്ലോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതാ ചൂടായ എണ്ണയിൽ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് ചീര ഇലയും കൂടെ കുറച്ച് കൊച്ചുള്ളിയും അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. തോരന് നല്ല മഞ്ഞ കളർ വേണമെങ്കിൽ നല്ലോണം മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ അത് മാത്രമല്ല, ഇലയിൽ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനും മഞ്ഞൾപ്പൊടി നല്ലതാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ എണ്ണയുടെ ചൂടും പാത്രത്തിൻ്റെ ചൂടും എല്ലാം കാരണം ഇല നന്നായിട്ടൊന്ന് വാടി വരും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചീരയില മുരിങ്ങയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചീരയിലയിലാണെങ്കിൽ വിറ്റാമിൻ സി, ഇ, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതൊക്കെ ഉണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് അയൺ ഉള്ള ഒരു സാധനമാണ് ഈ ചീര. അപ്പോൾ അതാ നമ്മുടെ ചീരയില വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും അതിനകത്തേക്ക് ഒരിത്തിരി ജീരകം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ചീരത്തോരൻ വെക്കാനായിട്ട് ഞാൻ തേങ്ങ ചതച്ചെടുക്കാറില്ല. തേങ്ങ ജസ്റ്റ് കൈകൊണ്ടൊന്ന് തിരുമ്മി അതിൻ്റെ കൂടെ ഇച്ചിരി ജീരകം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉള്ളി ഞാൻ ഓൾറെഡി ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിന് അധികം വേവ് ഇപ്പോൾ ഇല്ല, കാരണം അത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇനി നമുക്ക് വേവാൻ വേണ്ടി സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തേങ്ങയും ഇലയും ഉള്ളിയും ജീരകവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇത് ഒരുപാട് അടച്ച് വെച്ച് വേവിക്കേണ്ട സാധനമല്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് എടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പണിയുള്ളത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഉപ്പ് കുറവാണ് ഇടുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ചീരയിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ചത് ഉപ്പിട്ടിട്ടാണ്.
ഇതിപ്പം ലാസ്റ്റ് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഉപ്പിടലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. നല്ല ചൂടുണ്ട് ചീനിച്ചട്ടിക്ക്, അപ്പോഴത്തേക്ക് ഇത് നല്ലോണം മിക്സായി വാടി വരും. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചീര ഉള്ളപ്പം മോരുകറി അല്ലെങ്കിൽ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പം ചീരത്തോരൻ്റെ കൂടെ മോരുകറിയാണ്. പിന്നെ കൂടെ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടിയും ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സൂപ്പറായിട്ടൊരു ഊണ് കഴിക്കാം. അപ്പോൾ ഞാൻ ഈ ചീരത്തോരൻ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു നാടൻ ലഞ്ച് കാണാം. മോരുകറി, ചീരത്തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടിയിട്ടാണ്. ചീരയില, ചെറുപയർ, വൻപയറൊക്കെ ചേർത്ത് തോരൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ചീരയിലയും ചക്കക്കുരുവും കൂടെ തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും ചീരയില, മുരിങ്ങയിലയൊക്കെ എല്ലാവരും കഴിപ്പിക്കണം. ഭയങ്കര ഗുണമുള്ള ഐറ്റംസാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചോറുണ്ണട്ടെ കേട്ടോ. ഇന്നൊരു തനി നാടൻ വെജിറ്റേറിയൻ ഊണാണ്. എൻ്റെ ഫേവറേറ്റാണ് ചക്കക്കുരു മെഴുക്കുവരട്ടിയും ചീരത്തോരനും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.